ഗീത കുറച്ചു തിന്നാ മതി, വയറ് വേദനിക്കും. അച്ഛനെന്താ കപ്പ തിന്നാത്ത? നിങ്ങളെന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? ദാസ് മുതലാളിയുടെ ഭീഷണി കേട്ട് നമ്മുടെ ആളുകൾ ആകെ പേടിച്ചിരിക്കുകയാണ്. എനിക്കൊരു പേടിയില്ല. നീ സഖാവ് കൃഷ്ണേട്ടന്റെ മോളല്ലേ, പേടിച്ചാലേ അത്ഭുതമുള്ളൂ. ആ കപ്പ അങ്ങോട്ട് തിന്നേ. നല്ലപോലെ വെന്തിട്ടുണ്ട്. വാസുനി ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇന്ന് വൈകിട്ടൊരു ജാഥ നടത്തണം, അതിനെക്കുറിച്ച് ആളുകളോട് പറയാൻ അവന് വിട്ടിരിക്കുക. എനിക്കിത് മതി ഭവാനി. വരുന്നുണ്ട്. നീ ഇതാത്തുകൊണ്ട് ഇങ്ങോട്ടിരി. എല്ലാവരോടും പറഞ്ഞോ? പറഞ്ഞു. ചിലരൊക്കെ ഇതൊരു വയ്യാവേലിയാണെന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കുക. മുതലാളിയെ വെറുപ്പിച്ചാൽ ജോലി പോകുമെന്ന് എല്ലാരും പേടി. ഇങ്ങനെയൊക്കെ പേടിച്ചിട്ട് എവിടെ പോയി ഒളിക്കാനാ? നമ്മുടെ ന്യായമായ അവകാശങ്ങൾ മുതലാളിമാരും കൊണ്ടുവരാൻ പോകുന്നില്ല, നമ്മൾ പിടിച്ചു വാങ്ങിക്കണം. ചോദിക്കാൻ ചെല്ലുന്നവരെയൊക്കെ കൂലിക്ക് ആളെ വെച്ച് തല്ലിക്കുകയല്ലേ. ഇനി അങ്ങനെ ഉണ്ടായാൽ അതേ ശക്തിയിൽ നമ്മളും തല്ലും. എങ്കിലേ നമ്മളെപ്പോലുള്ളവർക്ക് നാളെ ഇവിടെ നിലനിൽപ്പുള്ളൂ. എന്റെ ഭാര്യയും മകളെയും ആ ചങ്കുറ്റത്തിലാണ് ഞാൻ വളർത്തുന്നത്. സഖാവിനെ പോലെ 10 പേരുണ്ടെങ്കിൽ ഇവിടുത്തെ മുതലാളിമാരുടെ പത്തി താനെ താഴും. ഈ പാർട്ടി ഇവിടെ നിലനിർത്താൻ ഞാനും എന്റെ കുടുംബവും മരണം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഭീഷണി കൊണ്ട് തന്നെ നേരിടാം. ഇന്നത്തെ മീറ്റിംഗിൽ നമ്മുടെ പാർട്ടി നേതാക്കന്മാർ നിങ്ങളെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കും. ഇക്കാര്യങ്ങൾ സഖാവിനെ നേരിട്ട് വന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ശരിയാണ് സഖാവ്, ഞങ്ങളും കൂടെ വരാം. അവനി തോർത്തിങ്ങെടുക്ക. അച്ഛന് ജോലി കൊടുക്കാത്തോണ്ട് ഞാനിന്ന് മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോയില്ലേ ചേച്ചി? അത് നന്നായി. അയാളൊരു മൃഗമാണ്. ഈ വൈരാഗ്യത്തിൽ എന്തും ചെയ്യാൻ മടിക്കില്ല. ഇതാ വരുന്നു. ഞാനും പോവാ ചേച്ചി. പോകാൻ മാറ. വാതിൽ കുറ്റിയിട്ട് കിടന്നുള്ളൂ, ഞങ്ങൾ വെളുപ്പിനെ എത്തും. കേട്ട മോളെ. രാഘവേട്ടാ ആരാ? വേലാവിൻ ചേട്ടൻ ഞാനുവാ, വാസു. രാഘവേട്ടനൊക്കെ എവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്താ ഇത്? വേലായുധന്റെ മൂത്തെന്താ ചോര? ആരെങ്കിലും അടിപിടി ഉണ്ടാക്കിയോ? ഞങ്ങൾ യൂണിയൻ ഓഫീസിൽ കിടക്കുകയായിരുന്നു. മുതലാളിയുടെ കുറെ ആൾക്കാർ വന്ന് ഞങ്ങളെ തല്ലി. വേലായുധൻ ചേട്ടൻ അതിൽ 1-2 പേരെ കത്തുകൊണ്ട് പോയി. എന്നിട്ട് എല്ലാവരും ഓടി. ഒരാൾ അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? രാഘവേട്ടൻ വരുന്നതുവരെ നിങ്ങളെ വാസന്തിയുടെ വീട്ടിലെ പത്തായിപ്പരിയിൽ ഇരുത്താം. ഇവിടെ ഇരിക്കുന്നത് ആപത്താണ്. എന്തെങ്കിലും ഉണ്ടായാൽ പോലീസ് ആദ്യം അന്വേഷിച്ചു വരുന്നത് ഇവിടെയായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാൻ ചേച്ചി. നിങ്ങൾ അകത്തുകയറി ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. വാസന്തി, വാസന്തി. ആരാ? ഞങ്ങളാ. ഞങ്ങളെന്ന് വെച്ചാ? ജോസഫാ. എന്ത് വേണം? ഒരു അത്യാവശ്യ കാര്യം പറയാനാ, വാതിലോർക്ക്. എന്താ? ദാസ് മുതലാളിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ഈ രാത്രിയിലോ? അച്ഛൻ ഇവിടെ ഇല്ല. അതിനെന്താ, ഞങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാം. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇത്രേ ഞാനും അച്ഛനും നാളെ കാലത്ത് വന്ന് മുതലാളിയെ കണ്ടോളാം. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പൊക്കിയെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകും. കടന്നു പോണ പുറത്ത് ഈ ഒറ്റ ഞാൻ ആളെ കൂട്ടും. പിടിയണ കുമാരൻ. നീ ആരടി? ഇവളുടെ കാവൽക്കാരിയോ? മര്യാദയ്ക്ക് നീ അവളെ വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതിന്റെ അപ്പനോട് പോയി ചോദിച്ചാ പറയും. പണ്ട് കുടിയൊഴിപ്പിക്കാൻ വന്നപ്പോ സഖാവ് കൃഷ്ണന്റെ മകൾ എന്താണ് ചെയ്തതെന്ന്. വലിച്ചു മാറ്റണം അവളെ. എടാ കുമാര, എന്നെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടിക്കളി. അവന്റെ അപ്പനെന്ന് ഞൊണ്ടി നടക്കുന്നത് അന്ന് എന്റെ ഒലക്കേറി കൊണ്ടിട്ടാ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ പോയിക്കോളാം.
സഖാവും കുടുംബവും ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് അല്ലേ? രാമനാട്ടുകര കൊട്ടാരം വീട്ടിലെ ദാസിന്റെ എസ്റ്റേറ്റിന്റെ അതിർത്തി കടക്കണമെങ്കിൽ ഭവാനി, നീ ഓടിപ്പോയി മാധവനെ വിളി. ഓടിപ്പോ, ഓടിപ്പോ മോളെ, ഓടിപ്പോ. ഗീതയുടെ രാജിക്കത്ത് കിട്ടി. എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? മതിയായി സർ. ദിവസവും ഞാൻ അനുഭവിക്കുന്ന വേദനയും വീർപ്പുമുട്ടലും എനിക്കേ അറിയൂ സർ. തടസ്സം എന്താണെന്ന് പറയൂ. കുറ്റവാളികളെ രാപകൽ പാടുപെട്ട് പിടിച്ചകത്താക്കിയാൽ ഉടൻ മുകളിൽ നിന്ന് ഫോൺ വരും, വിട്ടയക്കണമെന്ന്. ഈ സമ്മർദ്ദം സാറിനും അറിയാമല്ലോ. അതുകൊണ്ട് രാജിവെച്ച് പോകണമെന്നുണ്ടോ? അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല സർ. പ്ലാറ്റ്ഫോറത്തിൽ കിടന്ന് ഉറങ്ങുന്നവരെ പിടിക്കുന്നത് മാത്രമാണോ പോലീസുകാരുടെ ഡ്യൂട്ടി? കഞ്ചാവ് വിൽപ്പനക്കാരെയും കൊലയാളികളെയും പിടിച്ചകത്താക്കിയാൽ ജാമ്യത്തിലിറക്കാൻ നേതാക്കന്മാർ ഓടിയെത്തും. എന്ത് ചെയ്യാം? ഈ രാഷ്ട്രീയക്കാരുടെ നീരാളിപിടുത്തത്തിൽ നിന്നും പലപ്പോഴും പോലീസിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. 10 വയസ്സ് മുതൽ മനുഷ്യന്റെ ക്രൂരത കണ്ട് വളർന്നവളാണ് സർ. അനീതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ സഖാവ് രാഘവന്റെ മകളാണ് ഞാൻ. ഞാൻ SI ആയിരുന്നപ്പോൾ സഖാവ് രാഘവനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആത്മധൈര്യത്തോടെ ആക്രമണങ്ങളെ ചെറുത്ത അച്ഛന്റെ ആ ചങ്കൂറ്റം എന്താ മകൾക്ക് കിട്ടാഞ്ഞത്? ആ സഖാവ് രാഘവനെയും ഭാര്യയും ഇവിടുത്തെ ഒരു എസ്റ്റേറ്റ് മുതലാളി വെട്ടിക്കൊന്നു. എന്റെ കൺമുന്നിൽ വെച്ച് കണ്ട ആ കൊലപാതകം കോടതിയിൽ പറഞ്ഞിട്ടും ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ല. അന്നു മുതൽ ഒരു ദിവസം പോലും മനസമാധാനത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല സർ. സ്വന്തം മനസമാധാനത്തിന് വേണ്ടി തന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സഖാവ് രാഘവൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതല്ല സർ. പല അഴിമതികളും പത്രത്തിലൂടെ വെളിച്ചത്ത് കൊണ്ടുവന്ന എന്റെ ഭർത്താവിനെ തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിലിട്ടു. എന്നിട്ട് അപകടമരണമാണെന്ന് ഇവിടുത്തെ മേലുദ്യോഗസ്ഥന്മാർ പോലും വിധി എഴുതി. ഇന്നെനിക്ക് ഈ ഉടുപ്പൊരു ഭാരമാണ് സർ. ഈ വീർപ്പുമുട്ടലുകളൊക്കെ സാധാരണമാണ് കുട്ടി. ക്രമക്കേടുകൾക്കും അന്യായങ്ങൾക്കുമെതിരെ ഈ കുപ്പായം ഇട്ടുകൊണ്ട് തന്നെ പൊരുത്തണം. നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള കുറെ പേരെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ്. നിങ്ങളുടെ വേദനകളിൽ നിന്ന് മാത്രമേ ഇവിടെ ഒരു പുതിയ പോലീസ് സംവിധാനവും പുതിയ ക്രിമിനൽ പ്രൊസീജിയറും ഉണ്ടാകുകയുള്ളൂ. ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിലല്ല, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. സർ, ഗോ ബാക്ക് യുവർ പോസ്റ്റ് ആൻഡ് ഡു യുവർ ഡ്യൂട്ടി.
നാളെയാണ് പ്രകാശിന്റെ കേസിന്റെ ജഡ്ജ്മെന്റ്. വിധി പറയുന്നതിന് മുമ്പ് SI ഗീതയുടെ സഹോദരി നമ്മുടെ കസ്റ്റഡിയിലായിരിക്കണം. ശരി മുതലാളി. ഗോ അഹെഡ്. അവളുടെ ഒരു പോലീസ് കളി, അതും ദാസിനോട്. പാമ്പിന് പല്ലിൽ മാത്രമേ വിഷമുള്ളൂ. പക്ഷേ രാമനാട്ടുകര കൊട്ടാരം വീട്ടിലെ ദാസിന്റെ ശരീരം മുഴുവൻ വിഷമാണ്. നിന്റെ ചേട്ടൻ പത്രത്തിലൂടെ ഈ നാട് നന്നാക്കാൻ ശ്രമിച്ചിട്ട് എന്തായി? ഒടുവിൽ ഈ ലോകത്തോട് തന്നെ യാത്ര പറയേണ്ടതായിട്ട് വന്നു. ഇപ്പൊ നിന്റെ ചേട്ടത്തി പോലീസ് യൂണിഫോം ഇട്ട് ഞങ്ങളെല്ലാം ഭരിക്കാൻ നോക്കിയാണ്. അവളുടെയും അനുഭവം എന്താണെന്ന് നീ കണ്ടോ? നിങ്ങൾ ആരാണ്? അത് നിന്റെ ചേച്ചി വരുമ്പോൾ അറിയാം. ചേച്ചിക്ക് ചെയ്ത കുറ്റത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്ന എന്തിനാ? ദയവായി എന്നെ അയച്ചുവിടൂ. ഓ, കൈ വേദനിക്കുന്നുണ്ട്. സുന്ദരികളായ പെൺകുട്ടികളെ ഞാൻ വേദനിപ്പിക്കാറില്ല.
കരയില്ലേ മോളെ, കരയില്ലേ?